ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസി അങ്ങനെ കണ്ടു. ഹോളിവുഡ് സിനിമകളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവളെ വിളിച്ചപ്പോ വന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ എന്റെ ഒരു വിന്റേജ് മുതലാളിയോടൊപ്പമാണ് സിനിമയ്ക്ക് പോയത്. ഈ സിനിമ മുഴുവനായിട്ട് ഐമാക്സ് ക്യാമറകളിൽ ഷൂട്ട് ചെയ്തതായതുകൊണ്ട് ഐമാക്സ് സ്ക്രീനുകളിൽ കാണുന്നതാണ് ഏറ്റവും നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ്. പക്ഷെ ഐമാക്സ് സ്ക്രീനിലെ ടിക്കറ്റ് റേറ്റ് ഇച്ചിരി കൂടുതലായതുകൊണ്ടും ട്രിവാൻഡ്രം ലുലുവിലുള്ളത് ഡിജിറ്റൽ പ്രൊജക്ഷൻ ഉള്ള ഒരു ലൈമാക്സ് ആയതുകൊണ്ടും അങ്ങോട്ടേക്ക് പോയില്ല. ട്രിവാൻഡ്രം ലുലുവിൽ ഐമാക്സിൽ ഞാൻ മുമ്പ് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻഡ്മാൻ ആൻഡ് ദ വാസ്പിന്റെ ഐമാക്സ് കൺവെർട്ടഡ് വെർഷൻ ആയിരുന്നു അന്ന് ഞാൻ അവിടെ കണ്ടത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അന്ന് എനിക്ക് അത് ഇഷ്ടപ്പെടാത്തത്. ദ ഒഡീസി കാണാൻ നമ്മൾ ചൂസ് ചെയ്തത് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം ഏരീസ് ഫ്ലെക്സിലെ ഓഡി വണ്ണിലെ ജയന്റ് സ്ക്രീൻ ആയിരുന്നു. ഓഡി വണ്ണിൽ രാത്രി 8:15 ഷോ. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രീക്ക് പോയറ്റായ ഹോമറിന്റെ ദ ഒഡീസി എന്ന കൃതിയെ റെഫറൻസ് ആയി വെച്ചുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ റൈറ്ററും ക്രിസ്റ്റഫർ നോളൻ ആയതുകൊണ്ട് ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു നോളൻസ് വേർഷൻ ഓഫ് ഒഡീസിയാണ്. അതുകൊണ്ട് തന്നെ കഥയിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഒഡീസിയസ് ആയിട്ട് അഭിനയിച്ച മാറ്റ് ഡാമനും മറ്റു കഥാപാത്രങ്ങളും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ യൂഷ്വൽ പരിപാടിയായിട്ടുള്ള ഗ്രാഫിക്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രാക്ടിക്കൽ എഫക്ട്സ് പരമാവധി ഈ സിനിമയിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂർ അടുപ്പിച്ചുള്ള സിനിമ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒരുപാട് ഹൈപ്പ് ഒന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന നല്ലൊരു ക്ലാസിക്കൽ സിനിമയാണ് ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസി. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഓരോരുത്തരുടെ എസ്തെറ്റിക്സും വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.